എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൾട്ടർ നെക്ക് ആണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ആണ് നമുക്ക് റെഫറൻസ് ആയിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഒരു നെക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് സ്ലിറ്റഡ് ടോപ്പ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് ടോപ്പ് ആയിട്ട് ചെയ്യാം, എയർലൈൻ ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും അതിന്റെ ബേസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു നെക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഒരു ഷോർട്ട് ടോപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓൾറെഡി ബാക്ക് പീസ് ഞാൻ ഇതേപോലെ അളവ് പ്രകാരം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് വരാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ എത്രയാണോ നിങ്ങൾ ലെങ്ത് എടുക്കുന്നത്, അതായത് നിങ്ങളുടെ കറക്റ്റ് അളവ് അതിലേക്ക് സീം അലവൻസും കൂടി ചേർത്തിട്ടുള്ള അളവ് വേണം ബാക്ക് പീസിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബാക്ക് പീസിന് എടുത്തിരിക്കുന്ന ടോട്ടൽ ലെങ്ത്തിനേക്കാളും ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിൽ വേണം ഫ്രണ്ട് പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടെ പറയാം, ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ 4 ഇഞ്ചിന്റെ ഡിഫറൻസ് ഉണ്ടാവണം. ഈ 4 ഇഞ്ച് നമുക്ക് ആവശ്യമില്ല, പക്ഷെ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കുക. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇതേപോലെ ഫ്രണ്ട് പീസ് രണ്ടായിട്ട് മടക്കിയിടുന്നുണ്ട്. എത്രയാണോ വിടുത്ത് വേണ്ടത് വെച്ചാൽ ആ വിടുത്തിനനുസരിച്ചിട്ട് രണ്ടാക്കി മടക്കിയിടുന്നുണ്ട്. ഞാനിവിടെ ഒരു നോർമൽ സ്ലിറ്റഡ് ടോപ്പ്, ഷോർട്ട് ടോപ്പ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. നെക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി കേട്ടോ. കോളർ വരുന്ന മോഡലിലുള്ള ഹൾട്ടർ നെക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. വിത്ത് സ്വീറ്റ് ആർട്ട് നെക്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു കോളർ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം, 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് വരുമോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഇഞ്ച് വരെ ഈ ഒരു ലെങ്ത് എടുക്കാം കേട്ടോ. 4ൽ കൂടുതൽ എടുക്കണ്ട, 4 ഇഞ്ച് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എപ്പോഴും ഒരു നല്ല ഫാബ്രിക്കിൽ ചെയ്യാതെ ചീത്ത ഫാബ്രിക്കിൽ ചെയ്യാം. ഞാനിപ്പോൾ 3.5 എടുത്തോടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഇട്ട് നോക്കുമ്പോൾ അത് ലൂസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് 3.5ലേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എക്സ്ട്രാ സ്മോൾ മുതൽക്ക് മീഡിയം സൈസ് വരെയുള്ള ആളുകൾ 3 ഇഞ്ച് എടുത്താൽ കറക്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ ഇവിടെ ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് 3.5 ഇഞ്ച് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പുറത്തേക്കും നിങ്ങൾ എത്രയാണോ അളവ് മാർക്ക് ചെയ്തത് അതേ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തതെങ്കിൽ 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ച് ആണെങ്കിൽ 3 ഇഞ്ച്, 4 ആണെങ്കിൽ 4, എത്രയാണോ നിങ്ങൾ മാർക്ക് ചെയ്തത് സെയിം അതേ അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലൊരു ബോക്സ് വരച്ച് വെക്കുക കേട്ടോ. ഇനി നമ്മൾ ആദ്യം താഴെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിരുന്നു. ആ ലൈനിലാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ നോർമൽ അളവ് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ വെച്ചാൽ ആ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എത്രയാണോ നിങ്ങൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 3/4 ഇഞ്ചാണ്, ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് നിങ്ങൾക്ക് എത്രയാണോ ആം ഹോൾ ലെങ്ത് വേണ്ട വെച്ചാൽ ആ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 7 ആണ്, 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ടോപ്പിൽ നിന്ന് നേരെ താഴേക്കല്ല അളവുകൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു ലൈൻ വരച്ചു വെച്ചിരുന്നു, അതായത് 3.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചിരുന്നു. അവിടുന്ന് നേരെ താഴേക്കാണ് നമ്മുടെ അളവുകളും കാര്യങ്ങളും മാർക്ക് ചെയ്യുന്നത്. ആ ടോപ്പിലിരിക്കുന്ന എക്സ്ട്രാ ഉള്ള ഭാഗം ശ്രദ്ധിക്കേണ്ട കേട്ടോ. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിനെ ഡിവൈഡ് ബൈ 4 ചെയ്തിട്ടുള്ള അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ 9 ആണ്, 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് ആ പോയിന്റിന് നേരെ താഴേക്ക് എത്രയാണോ വേസ്റ്റ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 14.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ സ്ലിറ്റഡ് ടോപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നേരെ താഴേക്ക് എത്രയാണോ സ്ലിറ്റ് ലെങ്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 21.5 ഇഞ്ചാണ്, അവിടെ ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 8 ഇഞ്ചാണ്, അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള സീം അലവൻസ് മാത്രമേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എത്രയാണോ ഹിപ്പിന്റെ സൈഡിൽ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് സെയിം അതേ വിഡ്ത്ത് തന്നെയാണ് ബോട്ടം വിഡ്ത്ത് ആയിട്ടും കൊടുക്കുന്നത്. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ സീം അലവൻസുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ആം ഹോൾ ഒന്നും വരച്ചിട്ടില്ല. ഓൾറെഡി ഞാൻ ബാക്ക് പീസ് കറക്റ്റ് അളവ് പ്രകാരം വരച്ചതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്ന് അടയാളപ്പെടുത്തിയത് കേട്ടോ. ഇതിന്റെ നേരെ മുകളിലായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബാക്ക് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ബാക്ക് പീസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, താഴെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടുണ്ട്. ബാക്ക് പീസിനേക്കാളും 4 ഇഞ്ച് ലെങ്ത് ടോട്ടൽ എടുത്തത് കാരണം
മുകളിൽ നമ്മൾ 3.5 ഇഞ്ച് കൊടുത്തു. ബാക്കി ബാലൻസ് വരുന്ന 1/2 ഇഞ്ചാണ് ഈ താഴെ ഇരിക്കുന്നത്. ആ ലെങ്ത് ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കുക. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കുക. കാരണം നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ താഴെ കട്ട് ചെയ്ത് കളയാം. കറക്റ്റ് ആക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം ലെങ്ത് എടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ബാക്ക് പീസ് ആണ് നമ്മുടെ കറക്റ്റ് അളവ്. അപ്പൊ ബാക്ക് പീസ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിൽ എക്സ്ട്രാ ആയിട്ട് ഒരു 3.5 ഇഞ്ചിൽ ഒരു ബോക്സ് വരച്ചിരുന്നു. അവിടുന്ന് മുതൽക്ക് വേണം നമ്മൾ കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അളവുകളൊക്കെ സെയിം ആണ്. ഫ്രണ്ട് പീസിൽ ഇതേപോലെ 3.5 ഇഞ്ചിൽ ഒരു എക്സ്ട്രാ പീസ് മാത്രമേ ഉണ്ടാവും. അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇരിക്കുന്നത് ബാക്കിലുള്ള ആം ഹോൾ ആണ്. അത് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ആയിട്ടൊന്ന് ഫ്രണ്ട് പീസിൽ കുഴിച്ച് കട്ട് ചെയ്യണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ വേണം. നിർബന്ധമായിട്ടും ക്യാൻവാസ് പേപ്പർ തന്നെ എടുക്കുക കേട്ടോ. അതിന് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ 3.5 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ അളവിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ അളവ് എടുക്കുന്നത് ആ അളവ് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ 3.5 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾക്ക് എത്രയാണോ നെക്കിന് ലെങ്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നോർമൽ ഞാനൊരു ടോപ്പ് ചെയ്യുന്ന സമയത്ത് 6 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കാറ്. പക്ഷെ ഇവിടെ കോളർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ 7 ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നിങ്ങൾ നല്ല വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയും ഓപ്പണിംഗ് ഇല്ലല്ലോ. അപ്പൊ ഇത് തലവഴി ഇറങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ 3.5 ഇഞ്ച് എൻഡ് ചെയ്യുന്ന പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ആംഗിൾ ആയിട്ട് വെച്ചിട്ട് 8.5 ഇഞ്ച് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അത്രയും ലെങ്ത് നിങ്ങൾ എടുക്കണം. മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ 3.5 ഇഞ്ച് തന്നെ താഴെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. ഇനി താഴേന്ന് മുകളിലേക്ക് ഞാനൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്വീറ്റ് ആർട്ട് നെക്ക് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി 3.5 ഇഞ്ചിൽ ഒരു ബോക്സ് ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബോക്സിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ 1.25 ഇഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ഒരു അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്കൊരു സ്വീറ്റ് ആർട്ട് നെക്ക് വരയ്ക്കാം. നമ്മൾ ഈ ബോക്സിൽ 1.25 ഇഞ്ച് എൻഡ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന 3 ഇഞ്ച് നമ്മൾ നേരത്തെ മുകളിലേക്ക് മാറ്റി വരച്ചല്ലോ. ആ പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെച്ചിട്ട് ഒരു ഷേപ്പ്, ആംഗിൾ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഈ 3.5 ഇഞ്ചിൽ നമ്മളൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. ആ ബോക്സിലാണ് നമ്മളിപ്പോൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു 3 ഇഞ്ചിലേക്ക് കറക്റ്റ് സ്കെയിൽ വെച്ചിട്ടൊരു ആംഗിൾ ഷേപ്പ് വരച്ചിരിക്കുന്നത്. അപ്പൊ അത് കാണാൻ അത്രയും ഭംഗി ഉണ്ടാവില്ല. കറക്റ്റ് ഇങ്ങനെ ആ ഒരു എൻഡ് ചെയ്യുന്ന പോയിന്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ അത് കാണാൻ ഒത്തിരി ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഇഞ്ചും കൂടി താഴേക്ക് ഇതേപോലെ 1.25 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് കേർവ് ചെയ്യുക. ഒരു 1 ഇഞ്ച് മാത്രം താഴേക്ക് ഇറക്കിയിട്ട് അവിടെ മാത്രമാണ് നമ്മൾ കേർവ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഷേപ്പുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് പിക്കിൽ സ്വീറ്റ് ആർട്ടിനൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ എടുത്തതെന്ന് മാത്രം. നമ്മൾ നേരത്തെ മുകളിലേക്ക് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് താഴ്ഭാഗത്ത് എത്രയാണോ നമ്മുടെ ലെങ്ത് വെച്ചാൽ ആ ലെങ്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സ്വീറ്റ് ആർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്, ഒരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഈ താഴേന്ന് മുകളിലേക്ക് ഞാൻ 3 ഇഞ്ചാണ് എടുത്തതെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി താഴ്ത്തിയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ഒക്കെ എടുക്കാം കേട്ടോ. ആ അളവുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് വേരിയേഷൻസ് വരുത്താം. നമ്മളിവിടെ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെക്കിന്റെ കറക്റ്റ് ഷേപ്പ് കഴിഞ്ഞിട്ട് ഒരു 1.25 ഇഞ്ച് ക്യാൻവാസ് പേപ്പർ വിട്ടിട്ട് എക്സ്ട്രാ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും ഒരു 1 ഇഞ്ച് ഒക്കെയാണ് വെക്കുക. പക്ഷെ ഇവിടെ നമ്മൾ കോളർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ക്യാൻവാസ് പേപ്പർ ഉണ്ടാവുമ്പോഴാണ് അത് നല്ല വൃത്തിയിൽ ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ എക്സ്ട്രാ ഇരിക്കുന്ന ക്യാൻവാസ് പേപ്പർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഉള്ളിൽ നമ്മുടെ അളവ് പ്രകാരം ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം. സെന്റർ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ മുകളിൽ കുറച്ച് പീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിവർത്തുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും ലെങ്ത് നമ്മുടെ നെക്കിന് ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. ഈ ഒരു മുകൾ ഭാഗത്തുണ്ടല്ലോ, അതിങ്ങനെ 2 പീസും കൂടി ഒന്നിച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ സെന്റർ കട്ട് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്റർ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കിലാണോ വേണ്ടത് വെച്ചാൽ ആ ഫാബ്രിക്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. സെയിം ഫാബ്രിക്കിൽ തന്നെ അയൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത്. എൻ്റെ അടുത്ത് ഫാബ്രിക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ലൈനിങ് പീസിലാണ് അയൺ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന്റെ സൈഡ് വശങ്ങളൊക്കെ ഞാൻ ഇതേപോലെ നുള്ളോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് എടുക്കുക.
ഫ്രണ്ട് പീസിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന്റെ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാൻവാസ് പേപ്പർ വെച്ചു കൊടുക്കുക. ഇവിടെ ലൈനിങ് ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പീസിന്റെ സെയിം അളവ് പ്രകാരം ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലൈനിങ് വെക്കുക. ലൈനിങ്ങിന്റെ മുകളിൽ ഫ്രണ്ട് പീസ് വെക്കുക. അതിന്റെ മുകളിൽ ഈ ഒരു ക്യാൻവാസ് പേപ്പർ വെച്ചു കൊടുക്കുക കേട്ടോ. മൂന്നും സെന്റർ ടു സെന്റർ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്താണോ നമ്മുടെ ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. തെറ്റിപ്പോവരുത്. വളരെ പതിയെ മെല്ലെ സമയം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഈ ക്യാൻവാസ് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിൻ കുത്തി കൊടുത്താൽ മതി കേട്ടോ, സൈഡിലൊക്കെ ആയിട്ട്. അപ്പൊ ഇതേപോലെ ഞാൻ എന്താണോ ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് വെച്ചാൽ ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുക. ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്, അതായത് ഫ്രണ്ട് പീസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നത്. ഇതിന്റെ കോർണേഴ്സിലൊക്കെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. ഈ കട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ സീം എലവൻസും നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറും ഒരേ ഡയറക്ഷനിലും മെയിൻ ഫാബ്രിക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ക്യാൻവാസ് പേപ്പറിന്റെ മുകളിൽ സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിൽ ജസ്റ്റ് എന്താണോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഷേപ്പ് വെച്ചാൽ ആ ഷേപ്പ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ച് നിർബന്ധമായിട്ടും ചെയ്യണം. സാധാരണ ചില സമയത്തൊക്കെ നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു തയ്ച്ചു വെച്ചിരിക്കുന്ന ഈ ക്യാൻവാസ് പേപ്പർ നിവർത്തി വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഒന്നിന് മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം ടച്ച് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു ക്യാൻവാസ് പേപ്പറിന്റെ ലൈനൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്നിന് മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. സ്ക്രീനിൽ കാണുന്ന പോലെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ക്യാൻവാസ് പേപ്പർ ഉള്ളോട്ടേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക, മൊത്തമായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും ഇതേപോലെ ക്യാൻവാസ് പേപ്പർ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം പുറമേ ഒരു സ്റ്റിച്ച് കൊടുക്കും. ആ നെക്ക് അവിടെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഹാൾട്ടർ നെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സ്റ്റിച്ച് പുറമെ ഇല്ലാതിരിക്കുന്നതാണ് കാണാൻ ഭംഗി. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറച്ചിട്ടിട്ട് ബാക്ക് സൈഡിൽ ഈ ഒരു ക്യാൻവാസ് പേപ്പർ എൻഡ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് സൂചി നൂല് ഉപയോഗിച്ചിട്ട് പുറമേക്ക് കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ക്യാൻവാസ് പേപ്പർ രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു പോർഷൻ ഉണ്ട്, അതാണ് നമ്മുടെ ഫ്രണ്ട് പീസിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ബാക്ക് പീസിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ചു കൊടുക്കുക. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സെന്ററിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്ററിൽ നിന്ന് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് രണ്ട് സൈഡും എത്താത്ത പോലെ അല്ലെങ്കിൽ കുറച്ച് അധികം ഉള്ളതൊക്കെ ആയിട്ട് തോന്നും, കാരണം രണ്ട് ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സെന്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് ഈ ഒരു ആം ഹോളിന്റെ പോർഷൻ കറക്റ്റ് ആക്കി നിർത്തുക. എന്നിട്ട് അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു നോച്ച് ഇട്ട് കൊടുക്കണം, ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നമുക്കതൊന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതേപോലെ ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും. അപ്പൊ എന്നിട്ട് ബാക്കി നമ്മുടെ അളവ് പ്രകാരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഓപ്പോസിറ്റ് എത്തുന്ന സമയത്ത് ഇതേപോലെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുക. ആ ആം ഹോൾ എൻഡ് ചെയ്യുന്ന പോർഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഈ ഒരു രീതിയിലാണിത് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ പുറമേക്ക് ഇരിക്കുന്ന പീസിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മുടെ ആൾട്ടർനെക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉള്ളിൽ സെയിം ഫാബ്രിക് തന്നെ കൊടുക്കാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതേപോലെ പുറമേക്ക് നിന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ആ സെയിം ഫാബ്രിക് ആണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല, എന്നാലും പുറമേന്ന് ഇതേപോലെ നോക്കുമ്പോൾ ആ ഒരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ സെയിം ഫാബ്രിക് തന്നെ കൊടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പൊ ഇതാണ് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കഴുത്ത് വഴി ഇടാനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഇടാനൊക്കെ പറ്റുന്നുണ്ട്. കുറച്ച് വണ്ണം ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.